അപ്പോൾ ഇന്ന് നടന്ന PSC LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന 10 ചോദ്യങ്ങളായിരുന്നു. അങ്ങേയറ്റം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട മക്കളെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 4 വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്. റഹീമും റാമും. ഓക്കെ, സോ റഹീമും അതേപോലെ റാമും 4 വർഷം മുൻപത്തെ കാര്യമാണ് പറയുന്നത്. 4 വർഷം മുൻപ് റഹീമിൻ്റെ വയസ്സ് എത്രയാണ്? റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. സോ രാമുവിന് 1 ആണെങ്കിൽ റഹീമിന് 3 എന്നെടുക്കാം. പിന്നെ പറയുന്നത് എത്രയാണ്? എത്ര വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ് പിന്നെ ചോദ്യത്തിൽ പറയുന്നത്. 2 വർഷം കഴിയുമ്പോൾ. 2 വർഷം കഴിയുമ്പം എന്ത് സംഭവിക്കും? 2 വർഷം കഴിയുമ്പോൾ എന്താകും? ഇത് 2 മടങ്ങാകും. സോ രാമിൻ്റെ വയസ്സ് 1 ആണെങ്കിൽ റഹീമിൻ്റെ എത്രയായിരിക്കും? 2, അതായത് അതിൻ്റെ ഇരട്ടിയാവും. 2 മടങ്ങാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഏജസുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ഡെയിലി ക്ലാസ്സസിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഈ 2 വയസ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഈ 2 വയസ്സല്ല, ഈ 2 കാലഘട്ടങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. സോ ഷോർട്ട് നമുക്ക് എക്സ് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷെ നമ്മൾ എക്സ് അല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഈ 4ഉം 2ഉം തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എടുക്കുക. എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ? 6 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇൻറ്റു പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഈ പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു റേഷ്യോനെ നമ്മൾ പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് അസ്യൂം ചെയ്യണം. എങ്കിലല്ലേ നമുക്ക് പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ ആദ്യത്തെ റേഷ്യോനെ, ഈ റേഷ്യോനെ ഞാൻ പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ പ്രസൻറ്റ് റേഷ്യോ അല്ലാത്ത റേഷ്യോൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം. 2ൽ നിന്ന് 1 കുറച്ച് എത്ര കിട്ടും? 1. ഡിവൈഡഡ് ബൈ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയും. ഒന്നുമില്ല, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക 3, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക 2, 3ൽ നിന്ന് 2 കുറച്ച് എത്ര കിട്ടും? 1. അതായത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങനെ, അതായത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എത്ര കിട്ടും? 3ൽ നിന്ന് 2 കുറച്ചാൽ 1. സോ എത്ര കിട്ടി? 6 എന്ന് കിട്ടി. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ 6 എന്ന് പറയുന്നതാണ് ഈ പ്രസൻറ്റ് റേഷ്യോയിലെ 1ൻ്റെ വില. അതായത് പ്രസൻറ്റ് റേഷ്യോയിലെ 1ൻ്റെ വില എന്ന് പറയുന്നത് എത്ര മക്കളെ? 6 ആണ്. അപ്പോൾ ഈ 6 കൊണ്ട് നമ്മൾ ഇവരെ 2 പേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ആരെയൊക്കെ? റഹീമിനെയും റാമിനെയും. നമ്മൾ പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് എടുത്തേക്കുന്ന റേഷ്യോ എത്ര? 3:1 ആണ്. 2നെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? നമുക്കിവിടെ എത്ര 1ൻ്റെ വാല്യൂ കിട്ടി? 6 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? റഹീമിന് 18 വയസ്സും റാമിന് 6 വയസ്സും. നമ്മുടെ ചോദ്യം എന്താ? ഇപ്പോഴത്തെ വയസ്സാണ്. ഇത് ശരിയാണോ? ഈ 18ഉം 6ഉം ശരിയാണോ? അല്ല. ശരിക്കും ഇപ്പോഴത്തെ വയസ്സാണോ 18ഉം 6ഉം? അല്ല. കാരണം എന്താ? ഈ റഹീമിൻ്റെ റാമിൻ്റെയും പ്രസൻറ്റ് റേഷ്യോ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 4 വർഷം മുമ്പുള്ള റേഷ്യോനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രസൻറ്റ് റേഷ്യോ ആയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എപ്പോൾ ഉള്ള വയസ്സായിരിക്കും? 4 വർഷം മുമ്പത്തെ വയസ്സായിരിക്കും. സോ ഇപ്പോഴത്തേത് കിട്ടണമെങ്കിൽ 2 പേർക്കും 4 കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ 18ഉം 4ഉം 22, 6ഉം 4ഉം 10. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്? റാമിൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. റാമിൻ്റെ വയസ്സ് എത്ര? 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 10 വയസ്സാണ് റാമിന്. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പം ഞാനിതിപ്പോൾ ഈ ഒരു ചോദ്യം മാത്രമായിട്ട് എടുത്ത് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താണെന്ന് തോന്നും, അല്ലെങ്കിൽ ഇത് ശരിക്കും അങ്ങോട്ട് പിടി കിട്ടിയില്ലോ എന്ന് തോന്നും. പക്ഷേ ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ, വയസ്സുമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 2-3 ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻസർ ശരിയാണോ? യെസ്, 10 ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. എക്സ് ഉപയോഗിച്ചും ചെയ്യാം, പക്ഷേ എക്സ് ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പം ഇതാണ്. നമുക്ക് കാൽക്കുലേഷൻ വളരെ കുറച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കുക. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മാർക്ക് MARK, അതിൻ്റെ കോഡ് എന്താണ്? PDUN. അതേപോലെ മറ്റൊരു വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കോർ ഇല്ല, SCOR. ഓക്കെ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? MPI ഇടയ്ക്കുള്ള 2 ലെറ്റർ നമ്മൾ മുന്നോട്ട് ആഡ് ചെയ്ത് എഴുതിയേക്കാണ്. MNും Oയും. ഓക്കെ, 2 ലെറ്റർ. ഇവിടെയോ A കഴിഞ്ഞ് DI, Bയും Cയും 2 ലെറ്റർ. R കഴിഞ്ഞ് UI, Sഉം Tയും
2 ലെറ്റർ. കെ കഴിഞ്ഞ് എല്ലും എമ്മും 2 ലെറ്റർ. അപ്പോൾ എല്ലായിടത്തും 2 ലെറ്റർ. അപ്പോൾ അതേ പാറ്റേൺ തന്നെ ഇവിടെയും നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എസ് കഴിഞ്ഞ് ടിയും കാണില്ല, യുവും കാണില്ല, വി. സി കഴിഞ്ഞ് ഡിയും കാണില്ല, ഇയും കാണില്ല, എഫ്. ഒ കഴിഞ്ഞ് പിയും കാണില്ല, ക്യൂവും കാണില്ല, ആർ. ആറ് കഴിഞ്ഞ് എസും കാണില്ല, ടിയും കാണില്ല, യു. സോ വി എഫ് ആർ യു. വി എഫ് ആർ, ഇവിടെ ശ്രദ്ധിക്കണേ, വി എഫ് ആർ ടി ഉണ്ട്, അതല്ല വി എഫ് ആർ യു. സോ ആൻസർ ഏതാണ്? ബി, വി എഫ് ആർ യു. ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. പെട്ടെന്ന് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. സോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന്, റീസണിങ്ങിൻ്റെ ചോദ്യമാണ് എങ്കിലും നമുക്ക് ചെയ്യാം. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്ന് ഏത് ദിശയിൽ എത്ര അകലെയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. നിങ്ങൾ ഡയറക്ഷൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇങ്ങോട്ട് നോക്കുക. ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. നോർത്ത് മുകളിലാണെങ്കിൽ സൗത്ത് നേരെ താഴെയായിരിക്കും. പിന്നെ വി എന്ന് ഓർക്കുക. നമ്മൾ വി, WE, വെസ്റ്റ്, ഈസ്റ്റ്. ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇനി മലയാളത്തിലെ ഡയറക്ഷൻ വേണമെങ്കിൽ നോർത്ത് വടക്ക്, സൗത്ത് തെക്ക്, ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. കഥയിലേക്ക് വരുമ്പം ഒരാൾ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പം ഇതാണ് അയാളുടെ വീട്. വീട്ടിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു? തെക്കോട്ട് നടന്നു. തെക്കെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ മക്കളെ? അതെ, തെക്കോട്ട് നടന്നു. എത്ര മീറ്ററാണ്? 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഇങ്ങോട്ടാണ് അയാൾ നടക്കുന്നത്. അപ്പം അയാളുടെ ഇടത്ത്, എൻ്റെ ഈ പേപ്പറിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ റൈറ്റും ഇതെൻ്റെ ലെഫ്റ്റും ആയിരിക്കും. പക്ഷേ അയാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നേരെ തിരിഞ്ഞു വരും. അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇയാളുടെ ലെഫ്റ്റും ഇത് അയാളുടെ റൈറ്റും ആയിരിക്കും. ഇത് അയാളുടെ ലെഫ്റ്റും ഇത് അയാളുടെ റൈറ്റും ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്? അയാൾ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നീട് ഇടത്തോട്ട് സഞ്ചരിച്ചു. ഇടത്തോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക? ഇങ്ങോട്ട്, ഇടത്തോട്ട് സഞ്ചരിച്ചു. ഓക്കെ, എത്ര മീറ്ററാണ് സഞ്ചരിച്ചേ? ഇടത്തോട്ട് സഞ്ചരിച്ച എത്ര മീറ്ററാണ്? ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, സോ ഇത് 100 മീറ്റർ. അപ്പോൾ അയാളിപ്പോൾ ഇങ്ങനെ നിൽക്കുക. അപ്പം ഇത് അയാളുടെ ലെഫ്റ്റും ഇത് അയാളുടെ റൈറ്റും. ഇനി അയാൾ എങ്ങോട്ട് തിരിയും? 200 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. വലത്തോട്ട് തിരിയുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. എത്ര സഞ്ചരിച്ചു? വലത്തോട്ട് തിരിഞ്ഞ് എത്ര? 200 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, 200 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് അയാളുടെ ലെഫ്റ്റും ഇത് അയാളുടെ റൈറ്റും ആയിരിക്കും. അവിടെ നിന്ന് എന്താണ്? 100 മീറ്റർ സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയി. ഓക്കെ, അത് വലിച്ചു. വീണ്ടും 200 മീറ്റർ അത് നമ്മൾ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ്, വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ സഞ്ചരിച്ചു. വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ വീട്ടിൽ നിന്ന് ഏത് ദിശയിലാണ്? വീട്ടിൽ നോക്കിക്കേ, ഇത് അയാളുടെ വീടല്ലേ? ഇതയാളുടെ വീടല്ലേ? അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അയാൾ വന്നേക്കുന്നത്? അതായത് ഇതാ ഇങ്ങോട്ട് നോക്കിക്കാൻ മക്കളെ, ഇത്രയും 300, ഇത്ര എത്ര? അപ്പോൾ ഇതും എത്ര ആയിരിക്കും? 200. അപ്പോൾ 300 200 500 മീറ്റർ. 500 മീറ്റർ എങ്ങോട്ട്? തെക്കോട്ട്. 500 മീറ്റർ തെക്കോട്ട്. അപ്പോൾ ഇപ്പോൾ അയാൾ എവിടെ നിൽക്കുന്നത്? 500 മീറ്റർ തെക്കോട്ട് മാറിയാണ്, അതായത് സൗത്ത് പൊസിഷനിലേക്ക് 500 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. സോ ആൻസർ ഉണ്ടോ? യെസ്, 500 മീറ്റർ തെക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ അടുത്ത ചോദ്യം. ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ നമ്മൾ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോക്കിലെ സമയം 5:10 എന്ന് കാണിച്ചാൽ നമുക്ക് പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? അപ്പോൾ തന്നിരിക്കുന്ന സമയം എത്ര? 5:10. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് 11:60 എന്ന സമയത്തിൽ നിന്നും 5:10 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും? 50 6:50 എന്ന് ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളാം, നിങ്ങളോട് ഈ ചോദിക്കുന്ന 5:10 പകരം നിങ്ങളോട് ചോദിക്കുന്ന സമയം 11-നും 1-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 23:60 എന്ന സമയത്തിൽ നിന്ന് കുറയ്ക്കണം. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഈ 23:60 അങ്ങ് പഠിച്ചോ. നിങ്ങൾ ഈ 11:60 എടുത്ത് ഏത് സമയം വന്നാലും 23:60 ചെയ്യാം. കാരണം എന്താ? 23:60 5:10 കുറച്ച് നോക്കിക്കേ, എത്ര കിട്ടും? 50. ഇവിടെ എത്ര കിട്ടും? 18:50. അപ്പോൾ 18:50 എന്നൊരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞിട്ട്, അതായത് റെയിൽവേ ക്ലോക്കാന്ന് ഓർത്താൽ മതി, 24 hour ക്ലോക്കാന്ന് ഓർക്കുക. 12 കുറച്ചാൽ മതി ഇതിനകത്ത് നിന്ന്.
12-നേക്കാൾ വലുതാണ് കിട്ടുന്നെങ്കിൽ 12 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 650. അല്ലെങ്കിൽ ഇപ്പോൾ 1160 നിന്ന് കുറയ്ക്കുക. നമ്മൾ 2360 പറയുമ്പോൾ പിള്ളേർ ചോദിക്കും സാറേ 1160 എടുത്താൽ പോരെ. മതി മക്കളെ, ഒരു കുഴപ്പമില്ല. പക്ഷേ 11-നും 1-നും ഇടയ്ക്കാണ് സമയമെങ്കിൽ 2360 നിന്ന് കുറയ്ക്കുക. അപ്പം അല്ലെങ്കിൽ മൊത്തത്തിൽ 2360 പഠിച്ചു വെച്ചാലും ഒരു കുഴപ്പമില്ല. സോ 650 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 650 ശരിയാണോ? യെസ്, 650 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ക്ലോക്കിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ QA ഫുൾ ടോപ്പിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അടുത്ത ചോദ്യം, താഴത്തിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേത്? ഇത്ര എളുപ്പമുള്ളൊരു ചോദ്യമുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഈ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേതാ? ഈ ഭിന്നസംഖ്യകളെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കേ. 2/5, 7/10, 3/4, 2/1. ഇതെല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? അതായത് താഴെ കിടക്കുന്നവൻ വലിയവനാണ് അല്ലേ? 2-നേക്കാൾ വലുത് 5, 7-നേക്കാൾ 10, 3-നേക്കാൾ വലുത് 4 അല്ലേ? 7-നേക്കാൾ വലുത് 10, 3-നേക്കാൾ വലുത് 4. അതായത് 2-നെ 5 കൊണ്ട് ഹരിച്ചാലും 7-നെ 10 കൊണ്ട് ഹരിച്ചാലും 3-നെ 4 കൊണ്ട് ഹരിച്ചാലും 2-നെ 1 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? 1-നേക്കാളും ചെറിയ ഉത്തരവായിരിക്കും. 1-നേക്കാളും 2-നെ 5 കൊണ്ട് ഹരിച്ചാലും 7-നെ 10 കൊണ്ട് ഹരിച്ചാലും 3-നെ 4 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്നത് 1-നേക്കാളും ചെറിയ ഉത്തരവായിരിക്കും. അപ്പോൾ ഇവിടെ 1-നേക്കാൾ വലുത് കിട്ടുന്ന 2/1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? 2/1 തന്നെയാണ്. സോ ആൻസർ എത്രയാണ്? 2/1. അപ്പോൾ 2/1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ പെട്ടെന്ന്. ഇതിപ്പോൾ അല്ലാതെ നിങ്ങൾ എഴുതി ഹരിച്ചു നോക്കിയൊന്നും ചെയ്യണ്ട. ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? 20/5, 70/10, 30/4, 20/1. കാരണം എന്താ? എല്ലാത്തിൻ്റെ അപ്പുറത്ത്, ന്യൂമറേറ്ററിൻ്റെ എല്ലാ അപ്പുറത്തും ഒരു 0 കൊടുത്തിട്ട് ഹരിച്ചു നോക്കും. അപ്പോൾ ഈ ഇതിപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അല്ലാതെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 20/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 4. 70/10, 7. 30/4, 7.5. 20/1, 20. ഏതിൻ്റെ താഴെയാണോ വലിയ വാല്യൂ വരുന്നത് അതായിരിക്കും വലുത്. ഇനി ചെറുത് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ഏതിൻ്റെ താഴെയാണോ ചെറിയ വാല്യൂ വരുന്നത് അതായിരിക്കും ചെറുത്. അപ്പോൾ ഇതിൽ ചെറിയ ഭിന്നസംഖ്യ ഏതാന്ന് ചോദിച്ചാൽ 2/5 എന്ന് നമുക്ക് ഉത്തരം കൊടുക്കുക. ഇനി ചിലപ്പോൾ ചോദിക്കും ഇതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഇത് 4 ഏറ്റവും ചെറുത്, 7 അതിൻ്റെ വലുത്, 7.5 അതിൻ്റെ വലുത്, 20, 2/1 അതിൻ്റെ വലുത്. സോ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അവിടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും കേട്ടോ. ചിലപ്പോൾ ഇനി ഒരു പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, യെസ്. സോ യെസ്, 2/1 ആൻസർ കിട്ടി. സോ അടുത്ത ചോദ്യം നോക്കാം നമ്മൾ. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടാർപ്പൻറ്റൈൻ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടാർപ്പൻറ്റൈൻ ചേർക്കണം? സോ ഇവിടെ ഒരു റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. പെയിൻറ്റും അതുപോലെ ടാർപ്പൻറ്റൈനും തമ്മിലുള്ള ഒരു റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ എത്ര പറഞ്ഞിരിക്കുന്നത്? 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ. സോ 24 ലിറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 3. നമുക്ക് റേഷ്യോനെ ഒന്നുകൂടെ ചെറുതാക്കി എങ്ങനെ എഴുതാം? 8:1. കാരണം എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്തു? 3 കൊണ്ട് ഹരിച്ചു. 8 × 3 24, 1 × 3. സോ ഈ ഒരു റേഷ്യോയിലാണ് നമുക്ക് ചായം ചേർക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ എത്ര ലിറ്റർ പെയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? എത്ര ലിറ്റർ പെയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 32 ലിറ്റർ. അപ്പോൾ 32 ലിറ്ററിന് എത്ര ചേർക്കണം? 8 എന്ന് പറയുന്നത് 32 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 8 32 ആണെങ്കിൽ 1 എത്ര ആയിരിക്കും? 4 ആയിരിക്കത്തില്ലേ? 8 മുട്ടായിക്ക് 32 രൂപ. ഒരു മുട്ടായിക്ക് എത്ര? 32/8. എത്ര കിട്ടും? 4. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ വരിക? 4. ഓപ്ഷനിലുണ്ടോ? 4. 4.5 ഒന്നുമല്ല, 4 ലിറ്റർ ഓപ്ഷനിലുണ്ടോ? യെസ്, 4 ലിറ്റർ. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം. ഈ ചോദ്യം നമുക്ക് ഒന്നുകിൽ കോംപ്ലിക്കേറ്റഡ് ആക്കി ചെയ്യാം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാം. അതായത് നോക്കിക്കോ, 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടെ എത്ര രൂപയാണ്? 66 രൂപയാണ് വില. ഓക്കെ. 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടെ എത്ര രൂപയാണ് വില? 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 72 രൂപയാണ് വിലയെങ്കിൽ ഒരു പേനയുടെ വില എത്ര? നിങ്ങൾക്കിത് 6x 4y അങ്ങനെ ഇതിന് എക്സും വൈയും ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാനിവിടെ പറയുന്ന കാര്യം, നിങ്ങൾ എക്സും വൈയും ഒന്നും എടുക്കണ്ട. നിങ്ങൾക്ക് ചിലരിത് റേഷ്യോ ആക്കി ചെയ്യും, അങ്ങനെ വേണേലും ചെയ്യാം. പക്ഷെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ആൻസർ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇപ്പം ഞാൻ നോക്കുകയാണ്, 12 എന്ന് പറയുന്നൊരു ആൻസർ ഞാൻ എടുത്തു. എന്താ ചോദ്യം? എന്താ? 12 പേന. അപ്പോൾ ഇത് ഈ സൈഡിൽ എഴുതിയേക്കുന്നത്
പെൻസിലാണ്, ഇത് പേനയാണ് ആണേ. അപ്പോൾ 3 പേനയ്ക്കും 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടെ 66 രൂപ, 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടെ 72 രൂപ. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നു. കാരണം ഞാൻ ഇവിടെ 12 എടുത്തു. 12 പെൻസിലിൻ്റെ വില എത്ര? 12 എന്ന് ഞാൻ എടുത്തു. അപ്പോൾ ഇൻറ്റു 12, സോറി വേറൊരു കളർ എടുക്കാം, ഇൻറ്റു 12 എന്ന് എടുത്തു പെൻസിലിന്. അപ്പോൾ ഇതെത്രയായി? 12 ഇൻറ്റു 4 48 48. ഇനി ബാക്കി എത്ര വേണം ഇവിടെ? 66ൽ നിന്ന് 48 പോയി കഴിഞ്ഞാൽ എത്ര വേണം നമുക്ക്? 66ൽ നിന്ന് എത്ര കുറയ്ക്കണം നമുക്ക്? 48 കുറച്ചാൽ എത്ര കിട്ടും? 18 കിട്ടും. 18 കിട്ടണമെങ്കിൽ ഒരു പേനയുടെ വില എത്ര ആയിരിക്കും? 6. അപ്പോൾ ഒരു പെൻസിലിന് 6 രൂപയും ഒരു പേനയ്ക്ക് 12 രൂപയും. ഓക്കെ, ഇനി അതേ സംഭവം ഞാൻ ഇവിടെ ഇട്ട് നോക്കുവാണേ. ഇവിടെ 6 ഇട്ടു, ഇവിടെയും 12 ഇട്ടു. ഇത് സംഭവം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? 6 ഇൻറ്റു 6 36, 12 ഇൻറ്റു 3 36, 36 36 72. കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇതെന്താ ചെയ്തേ? ആദ്യം ഞാനിവിടെ 12 ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഇട്ട് നോക്കുക. ഇവിടെ 12 ഇട്ട് നോക്കി, അപ്പോൾ 48 കിട്ടി. ഇവിടെ എത്ര കിട്ടി? അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി 18 വേണം. 18 രൂപ വേണം. എത്ര? 3 പെൻസിലും 18 രൂപ. അപ്പോൾ ഒരു പെൻസിലിൻ്റെ വില എത്രയാണെന്ന് ചിന്തിച്ചു. അപ്പോൾ എത്ര കിട്ടി? 6. ഇതേ വാല്യൂ തന്നെ ഇവിടെ ഇട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അതായത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഇനി ചിലർക്ക് ഇതിനേക്കാൾ എളുപ്പമായിരിക്കും എക്സും വൈയും വെച്ച് ചെയ്യുന്നത്. നിങ്ങൾ അത്രയ്ക്ക് കാൽക്കുലേഷൻസ് അത്രയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്, അതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് ഒരു കുഴപ്പമില്ല. സോ ഇവിടെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. കാരണം പെട്ടെന്ന് തന്നെ മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ആ 12 എന്ന വാല്യൂ നമുക്ക് അവിടെ സ്യൂട്ട് ആവുന്നതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കി നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ എത്രയാണ്? 12 എന്ന് നമുക്ക് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ എക്സും വൈയും ഒക്കെ വെച്ചിട്ട് 2 ഇക്വേഷൻ ഉണ്ടാക്കി പിന്നെ ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കി അത് സോൾവ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിനേക്കാളും അതിൻ്റെ ഒന്നും കാര്യമില്ല. അതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെങ്കിൽ. ഓക്കെ, യെസ്. സോ ആൻസർ എത്ര കിട്ടി? 12. അടുത്ത ചോദ്യം അതിനേക്കാളും എളുപ്പമുള്ള ചോദ്യമാണ്. തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുവാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? അല്ലെങ്കിൽ ശരാശരി വേഗത എത്രയാണ്? അപ്പോൾ ഇവിടെ ശരാശരി വേഗത എന്ന് പറഞ്ഞത് കൊണ്ട് ടോട്ടൽ ആവറേജ് സ്പീഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ല, സ്പീഡ്. കാരണം ഇവിടെ അത്ര ഓർത്താൽ മതി നിങ്ങൾ മക്കളെ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 360 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം എത്ര? 4 മണിക്കൂർ 30 മിനിറ്റ്. 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂർ ഒന്ന് എടുത്തുകൂടെ? എടുക്കാം. ഓക്കെ, അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 4.5 4.5. എനിക്ക് 9/2 എന്ന് എടുക്കാമല്ലോ, 9ൻ്റെ പകുതി. ഓക്കെ, അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 360 ഇൻറ്റു ഇവിടെ ഹരിക്കേണ്ട സാധനം തിരിച്ചിട്ട് ഗുണിക്കണം 2/9 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 9, 4 പ്രാവശ്യം 36, ഈ 0 അതുപോലെ 40 ഇൻറ്റു 2 80 കിലോമീറ്റർ പെർ അവർ. 80 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. അപ്പോൾ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി, 80 കിലോമീറ്റർ പെർ അവർ. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം ഒറ്റയാൻ കണ്ടെത്തുക അല്ല, ഒറ്റയാനെ കണ്ടെത്തുക കേട്ടോ. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോൾ വന്നതാണ്. ഓക്കെ, എളുപ്പമല്ലേ? 2, 3, 4, 5. ഏതാ ഒറ്റയാൻ? 4 ഒറ്റയാൻ. കാരണം എന്താ? 2ഉം 3ഉം 5ഉം പ്രൈം നമ്പേഴ്സാണ്. 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല. ഇനി വേറെ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ? ചിലപ്പോൾ ഇനിയും PSCക്ക് അവർക്ക് ഇനിയും തോന്നുന്ന വേറെ എന്തെങ്കിലും. ഞാൻ ആൻസർ കീയോ ഒന്നും ഞാൻ ഇതിൻ്റെ ആൻസർ കീ വന്നു എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻ എടുത്തു നേരെ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 4 കാരണം ഇരട്ടസംഖ്യ നോക്കുന്നതല്ല. 2, 3 ഇരട്ടസംഖ്യ നോക്കുമ്പോൾ 2 ഇരട്ടസംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒറ്റസംഖ്യ നോക്കുമ്പോൾ 2 എണ്ണം ഉണ്ട്. പക്ഷേ 2ഉം 3ഉം 5ഉം എന്താണ്? പ്രൈം നമ്പേഴ്സാണ്, അഭാജ്യ സംഖ്യകൾ. എന്താണ് അഭാജ്യ സംഖ്യ? ഒരു സംഖ്യ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായും ഹരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2ഉം 3ഉം 5ഉം അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സാണ്. 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആൻസർ ഏതാണെന്ന് പറയാം, 4 ആണെന്ന് പറയാം. അടുത്ത ചോദ്യം ഏതാണ്? ആൻസർ 4. അടുത്ത ചോദ്യം, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. ഓക്കെ, സോ നമുക്ക് 2 സംഖ്യകളുണ്ട്. ആദ്യത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 സംഖ്യകളിൽ
ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സോ രണ്ടാമത്തെ സംഖ്യയെ ഞാൻ 1 ആയിട്ട് സങ്കല്പിച്ചാൽ ആദ്യത്തെ സംഖ്യ എത്ര ആയിരിക്കും? അതിൻ്റെ 5 ഇരട്ടിയാണ്. സോ ഇതാണ് ഇവർ തമ്മിലുള്ള നമ്പർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:1 ആണ്. ഓക്കെ. സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എന്താണ്? ഈ രണ്ട് സംഖ്യയും കൂടെ കൂട്ടുക. നമുക്ക് സംഖ്യകൾ അറിയത്തില്ല, പകരം അതുകൊണ്ട് നമ്മൾ നിങ്ങൾ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സും 5x രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും? 6x. ഞാനിവിടെ എക്സ് എടുക്കുന്നില്ല, പകരം 5 1 എത്ര കിട്ടും? 6. സംഖ്യകളുടെ തുക 6 ആണെന്ന് സങ്കല്പിച്ചു. സോ സം എത്രയാണെന്ന് വിചാരിക്കുക? 6 ആണെന്ന് വിചാരിക്കുക. ശരിക്കും തുക പറഞ്ഞിട്ടുണ്ട്, 96 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 6 എന്ന് പറയുന്നതാണ് മക്കളെ 96. 6 മുട്ടായിക്ക് 96 രൂപ. ഒരു മുട്ടായിയുടെ വില എത്ര? 96 ഡിവൈഡഡ് ബൈ 6 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. 16 അല്ലേ? അപ്പോൾ നമ്മൾ ഇനി നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 16 ആയിരിക്കും. 5 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 16 × 5. നമ്മൾ കണ്ടുപിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. രണ്ടാമത്തെ സംഖ്യ ചോദ്യം ചെറിയ സംഖ്യയാണ്. ചെറിയ സംഖ്യ ഏതാണ്? 2 സംഖ്യകളല്ലേ, 1 16 2 80. അപ്പോൾ ചെറിയ സംഖ്യ ഏതാണ്? 16. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. എത്രയാണ് ആൻസർ? 16. സോ ഈ 10 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, 10 ചോദ്യങ്ങളും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റുകളൊക്കെ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് ശേഷം പരീക്ഷയ്ക്ക് പോവുക. നിങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനത്തിന് വളരെ വലിയൊരു വാല്യൂ ഉണ്ട് ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ആയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ടൊക്കെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെയധികം ഒരു എഫക്റ്റ് ആ ഒരു എക്സാമിന് ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്കിനി മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.